ഓണവെയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ നേരം പോയിന്റെ സേവരേ കോലം പോയിന്റെ. 2000-ന് മുന്നേയുള്ള ഗാനങ്ങൾക്ക് ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ. ആസ് എ മ്യൂസിക് കമ്പോസർ, ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് പറയുന്നതല്ല, സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി പേയ്മെന്റ് വാങ്ങിക്കുന്നതല്ലേ? പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ലേഡി എല്ലാത്തിനും ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരെ പോലെയാണ് അടുത്ത ആളും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം. ഒരു പുരുഷനിൽ നിന്നും ഗൾഫ് ഷോസ് അല്ലെങ്കിൽ പല പുറം രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന സാഹചര്യത്തിൽ അറിയാലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ അഡ്ജസ്റ്റ് മനസ്സിലായില്ല. അപ്പൊ പറയും, അത് നമുക്കിപ്പോ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്ത് അവര് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്പോൺസേഴ്സ്, പഴയ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. നിലാവേ മായുമോ കിനാവും നോവുമായി. എനിക്ക് സങ്കടം, ഞാൻ അവിടെ പോയി ഇത്രയും പ്രശസ്തയായ അല്ലെങ്കിൽ ഒരു സിംഗറിനോടൊപ്പം അതേ ഇതിൽ തന്നെ വേദിയിൽ തന്നെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് ഞാൻ വാങ്ങി വന്നിട്ട് ഇവിടെ ഒരു മാധ്യമക്കാരോ അതിന് വേണ്ട വിധം ഒരു അംഗീകാരവും ആരും തന്നില്ല. തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഞാൻ ഇത്രയും തുറന്ന ഒരു ഇന്റർവ്യൂ എവിടെയും കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഈ നിലപാടുകൾ തുറന്നു പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അന്തസ്സിന്റെ ഒരു ഭാഗം. പിന്നെ ഇപ്പൊ പ്രശസ്തി ആവാൻ എനിക്ക് പേടിയാണ്. കാരണം പ്രശസ്തരായ എല്ലാരെയും പബ്ലിക്ലി ആയിട്ട് എടുത്തങ്ങ് ഇടുക. കാർത്തിക നാളില മൺചിരാതിൽ അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട് അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട് എണ്ണ പകർന്നു ഞാൻ ആത്മാവിനാൽ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളിക്ക് ഏറെ സുപരിചിതയായ പിന്നണി ഗായിക സോണി സായിയാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നത്? സോണി സായി 4 നൂറ്റാണ്ടായല്ലേ? 25 വർഷമാകുന്നു സംഗീത രംഗത്ത്. ഉള്ള ചെറിയ പ്രായത്തിലെ അതങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കാരണം മെയിൻ അത് അമ്മയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. കോമ്പറ്റീഷൻസിന് നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ആദ്യമായിട്ട് വേദികളിൽ അരങ്ങേറിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു നഴ്സറി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെറിയ പ്രായത്തിൽ നഴ്സറി പഠിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ ലൈറ്റ് മ്യൂസിക് മാക്സിമം എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം യൂത്ത് ഫെസ്റ്റിവലില് 4ാം ക്ലാസ്സിന് ശേഷമാണ് സജീവമായത്. പക്ഷെ അപ്പൊ മുതൽ എല്ലാ കൊല്ലവും ലൈറ്റ് മ്യൂസിക്, റെസിറ്റേഷൻ, മാപ്പിളപ്പാട്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്, ഡാൻസ് അല്ലാണ്ട് എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കുമായിരുന്നു. ചെറിയ പ്രായത്തിൽ എന്താ അങ്ങനെ ഒരു കുട്ടി പ്രായത്തിൽ തന്നെ വരാനുള്ള കാര്യം? അമ്മ നല്ലൊരു സിംഗർ ആയതുകൊണ്ട്. അപ്പൊ അമ്മയുടെ പല ആഗ്രഹങ്ങളും ഈ പഴയ കാലത്ത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അമ്മയ്ക്ക് ഹരിപ്പാടെന്ന്, അമ്മ ഹരിപ്പാട് സ്വദേശിയാണ്. അപ്പൊ അവിടെ നിന്ന് അമ്മയ്ക്ക് ട്രിവാൻഡ്രത്ത് പോയിട്ട് സ്വാതി തിരുനാളിൽ പോയി പഠിക്കാനൊന്നും വിടില്ലായിരുന്നു. അങ്ങനെ അമ്മ ഭയങ്കര വിഷമത്തിൽ ആ കഥ ഇപ്പോഴും അമ്മ പറയും. ആ ഫോമൊക്കെ കീറി കത്തിച്ച് കളഞ്ഞ ഒരു അപ്പൊ അത് അമ്മയുടെ മനസ്സിലൊരു ഡ്രീം ആയിരുന്നു. എന്നിലൂടെ അല്ല, മക്കൾ ആരാണോ അങ്ങനെ. എന്റെ ചേച്ചിയുടെ പേര് സംഗീത എന്നിട്ടു, മൂത്ത ആളുടെ പേര്. പക്ഷെ എന്താ പറയാ, ഒരു ഭാഗ്യക്കേടെന്ന് പറയാം. ചേച്ചി മെന്റലി ചാലഞ്ചറായിട്ടാണ് ജനിച്ചത്. അപ്പൊ അത് അവിടെ പറ്റിയില്ല. പക്ഷെ ദൈവം അമ്മ എന്തായാലും എന്നിലൂടെ രണ്ടാമത്തെ മകളിലൂടെ ആ ഒരു ആഗ്രഹം സഫലമാക്കി കൊടുത്തു. സോണി സായി എന്താ പേരിനൊരു കൗതുകം? അത് ശരിക്കും എന്റെ പഴയ പാട്ടുകൾ എടുത്ത് നോക്കി അറിയാം. ഗൂഗിളിലായാലും എവിടെ സെർച്ച് ചെയ്ത് അറിയാം. എല്ലാത്തിലും സോണിന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ പറഞ്ഞല്ലോ 25 വർഷമായി. അപ്പൊ ആദ്യത്തെ സിനിമ തന്നെ സുഖവാസം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. സിൽക്ക് സ്മിത ആക്ട് ചെയ്തൊരു സിനിമയാണ്. അതിലൊക്കെ സോണിന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ
ഓണവെയിലോളങ്ങളിൽ നിന്നുള്ള ഗാനം ഇറങ്ങി ഹിറ്റായി, പാട്ട് നല്ല ഹിറ്റായി കഴിഞ്ഞപ്പോൾ അത് ഞാനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പേ കുറച്ച് സോണി അല്ലെങ്കിൽ സോണിയ എന്നുള്ള പേരുള്ള ഒരുപാട് പേര് സിംഗേഴ്സ് തന്നെ വന്നു തുടങ്ങി. അപ്പൊ എല്ലാ സിനിമകളിലും എപ്പോഴും ആ ഒരു സംഭവം ഉണ്ട്, എവിടെയെങ്കിലും ഒരു പേരൊന്ന് ഐഡന്റിറ്റി ആക്കാന്നുള്ള ഒരു സംഭവം. അങ്ങനെയാണ് ആ സോണി സായി. സത്യസായി ബാബ അങ്ങനത്തെ ഒരു സായി. ഞാൻ സായി ഡിവോട്ടി ആണ്. കാരണം നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ മനുഷ്യനിൽ പോയി വിശ്വസിച്ച് അല്ലെങ്കിൽ അതിൽ വല്ല അബദ്ധത്തിൽ പെടുന്നതിനേക്കാൾ നല്ലതാണല്ലോ കുറച്ച് നമ്മള് എന്താ പറയാ ആത്മീയമായിട്ട് പോകുന്നത്. അങ്ങനെ ആത്മീയതയിലൂടെ സഞ്ചരിച്ച് കുറച്ച് നല്ല എവിടെ നിന്നായാലും അതിപ്പോ ഖുറാനായാലും ബൈബിളായാലും ഏത് മതത്തിലായാലും പോസിറ്റീവ് തിങ്സ് നമ്മൾ എടുക്കാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓണം വരാൻ പോവാണ്. സോണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പാട്ട് ഓണവെയിലല്ലേ? ഓണവെയില് തീർച്ചയായിട്ടും. ഓണവെയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ, നേരം പോയെന്റെ തേവരെ കോലം പോയെന്റെ തോഴരെ കളിവാക്കും ഒളി നോക്കും മതി പൊന്നേ വന്നാട്ടേ, ഓണവെയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീയകലെ മാറി നിൽക്കാൻ എന്തേ. ഈ ചലച്ചിത്ര മേഖലയിലേക്ക് ഈ സംഗീത സംവിധാന രംഗത്തേക്കും പിന്നണിയിലേക്ക് എങ്ങനെയാ വരുന്നത് ഗായിക എന്ന രീതിയിൽ? ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവൽ എനിക്ക് സംസ്ഥാന ലെവൽ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അതാ ഞാൻ പറയാൻ വന്നത്. മിമിക്രിയിലൂടെ മിമിക്രി എനിക്ക് ഒരുപാട് എന്റെ ലൈഫിൽ ഉപകാരമുള്ള ഒരു സംഭവമായിട്ട് മാറിയത് എപ്പോഴാ വെച്ചാൽ ഗാനമേളകളിൽ പാടുമ്പോഴാണ്. അപ്പൊ ഗാനമേളയിൽ ഞാൻ ഫാസ്റ്റ് സോങ്സ് പാടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ സുബി ആ സമയത്ത് തമിഴ് ഏതെങ്കിലുമൊക്കെ മന്മഥരാജ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടൊക്കെ നമ്മൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഈ മിമിക്രിയിൽ ഞാൻ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു 1ാം സമ്മാനം അന്ന് കിട്ടിയത്. തുമ്പപ്പൂ പെയ്യണ പൂനീലാവ് ഏന നെഞ്ച് നിറയണ പൂങ്കിനാവ്, ഒത്തിരി നാള് നനച്ചിരും ഏന് നീ എന്നും തേനൂറും പൂവാണെന്ന്, ഏന് നീ എന്നും തേനൂറും പൂവാണെന്ന്. KPC സുലോചന. അതുപോലെ സിതാര പാട്ട് വീണ്ടും പാടിയിട്ടുണ്ടല്ലേ? അതെനിക്ക് തോന്നുന്നു മറ്റേ കവർ സോങ് ആയിട്ട് ചെയ്തിരുന്നു. ഞാനിത് വർഷങ്ങൾക്ക് മുന്നേ, അതായത് 96-97 ഞാൻ സ്റ്റേറ്റ് ലെവലില് ലൈറ്റ് മ്യൂസിക് മിമിക്രിക്കും വിൻ ചെയ്യുന്നത്. നമ്മൾ തമ്മിലൊരു 10-15 വർഷം മുമ്പ് സംഭാഷണം നടത്തി. തീർച്ചയായിട്ടും. അപ്പൊ അതിലും പിന്നീടുള്ള ഇന്റർവ്യൂലൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ സംഗീതത്തോടുള്ള ഇഷ്ടത്തിനോടുപരി തന്നെ കുട്ടിക്കാലത്ത് ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലൂടെയാണ് ഗാനമേളകളുടെ ഒക്കെ സജീവമായെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. എന്തായിരുന്നു അതൊന്നുകൂടി പുതിയ പ്രേക്ഷകർക്കൊന്ന് അത് ഉറപ്പായിട്ടും ഗാനമേള എന്ന് പറയുന്നത് പണ്ട് എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും ഒരു ഹാർട്ട് ബീറ്റ് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ TV ചാനൽസോ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും ഉത്സവങ്ങളില് ഗാനമേള. അപ്പൊ അന്ന് ശരിക്കും അതൊരു നല്ലൊരു ഇൻകം കൂടിയിട്ടായിരുന്നു. അപ്പോ എന്റെ വീട്ടിലൊരു സാഹചര്യം വെച്ചിട്ട് തീർച്ചയായിട്ടും എനിക്ക് അന്ന് പ്രോഗ്രാമിന് പോയി ആണ് ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ എൻ്റെ വീട് എല്ലാം എനിക്ക് നോക്കാനും എനിക്ക് തന്നെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതത്തിലോട്ട് നയിക്കാനും ഒക്കെ എനിക്ക് ഞാൻ അത് അഭിമാനത്തോടു കൂടി പറയുന്നു. കാരണം നമ്മളിൽ തന്നെ ഒതുങ്ങാതെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൂടിയിട്ടും ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു നന്മയായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമതകളും കഷ്ടപ്പാടും തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും, ഒരുപാട് നമ്മൾ ബോൾഡാകും, ഒരുപാട് നമുക്ക് ജീവിതം അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും ഒരു നിർഭാഗ്യം എന്ന് വിശ്വസിക്കുന്നില്ല. അതെ, സ്ട്രോങ് ആക്കാൻ. എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും ഗാനമേളകളിൽ? അറൗണ്ട് ഒരു എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പാടിയ ട്രൂപ്പുകളെല്ലാം വളരെ ഫേമസ് ട്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം സാഗര ആദ്യമായിട്ട് പാടുന്നത് ഞാനും അൻവർ സാദത്തേട്ടനും പിന്നണി ഗായകൻ
കേരളായിരുന്ന ജൂപ്പിറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാഗര, അത് കഴിഞ്ഞിട്ട് ബീറ്റ്സ്, സർഗം, ഗോൾഡൻ വേവ്സ്, അങ്ങനെ ഒരുപാട് സിംഗിങ് ബേർഡ്സ് എല്ലാത്തിലും പാടിയിട്ടുണ്ട്. അന്നൊരു വലിയൊരു വരുമാന മാർഗമായിരുന്നു അല്ലേ? അയ്യോ തീർച്ചയായിട്ടും. അന്നത്തെ ഒരു ഇതില് എനിക്ക് അത്യാവശ്യം നല്ലൊരു സീനിയർ ഒരു സിംഗർ എന്നുള്ളൊരു ആ പരിഗണന തന്നെ ഉണ്ടായിരുന്നു. കാരണം അന്നൊക്കെ എന്ന് വെച്ചാൽ മെലഡി പാടാൻ ഒരു സിംഗർ, വെറൈറ്റി പാടാൻ വേറൊരു സിംഗർ. സോണി അന്ന് ഏത് പാട്ടുകളാണെന്ന് ഗാനമേള ആൾക്കാർക്ക് എന്നെ ചിലപ്പോ എന്റെ പേര് പറയാതെ തന്നെ ഇപ്പോഴും കാണുന്ന ആ ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ മനസ്സിലാവും കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ടു ട്രിവാൻഡ്രം ടു ആലപ്പിക്ക് അകത്തായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് അന്ന് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ചെറിയ കാലത്ത് താമസിച്ചിരുന്നത്, പഠിച്ചത് അവിടെയായിരുന്നു. അപ്പോ മേരെ ദിൽ ഗായേ ജാ സുസു സുബി 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 മസ്തി മേ ഗായേ ജാ സുസു സുബി 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 ഹേ സുബി 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 ഹേ ഹേ സുബി 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 ഹേ ഹേ ഹേ. അതായിരിക്കും എല്ലാരും എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും. അന്ന് മലയാളവും ഹിന്ദിയും തമിഴും പാടുമായിരുന്നു. മലയാളം ഇല്ല, മെലഡി അല്ല, കൂടുതലും ഹിന്ദിയും തമിഴും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. വെറൈറ്റി എന്ന് പറയുന്നതാണ് അന്ന് വെറൈറ്റി സിംഗർ, മെലഡി സിംഗർ എന്നൊക്കെ തരം തിരിച്ചു. മെലഡി മലയാളം പാടിയിട്ടില്ലായിരുന്നു. ഞാൻ മെലഡി പാടി തുടങ്ങിയത് അന്ന് എനിക്ക് സത്യം പറഞ്ഞ അവസരം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു രജിസ്റ്റർ ആയിട്ടൊരു സംഭവമായി പോയി. എന്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ആയി, ഞാൻ വെറൈറ്റി സിംഗർ ആണ്. പക്ഷെ അത് ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല. കാരണം അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് സുഖവാസം സിനിമയില് സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ടോണില് ആരാ പാടുന്നതെന്ന് അന്വേഷിച്ചിട്ട്. ഇന്നത്തെ മാതിരി അല്ല അന്ന് പാട്ടുകൾ കിട്ടുന്നത്, അവസരങ്ങൾ ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ പാടി. കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയുടെ എന്റെ മലയാളം, അതുപോലെ അയ്യോ പത്തിക്ക് അതിന്റെ മലയാളം, അതുപോലെ ഇപ്പൊ അടുത്ത് ഐറ എന്ന് പറഞ്ഞൊരു സിനിമയിലെ കാലം മാറുമോ കാവലായി വരുമോ മേഘദൂതം അങ്ങനൊരു പാട്ടുണ്ട്, ആ പാട്ടിന്റെ മലയാളം. പിന്നെ അതുപോലെ കാപ്പാനിലെ ഒരു ഐറ്റം സോങ്, അതുപോലെ സായി പല്ലവിയുടെ ഒരു പുതിയ സിനിമ, അങ്ങനെ ഒരുപാട് ഡബിങ് മൂവീസ് വെറൈറ്റി ആയിട്ട് നമുക്ക് ടോൺ ചേഞ്ച് ചെയ്ത് പാടാൻ പറ്റും. കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, സംസ്കൃതത്തിലും ഞാൻ മ്യൂസിക് ചെയ്തു. ഹിന്ദി, മലയാളം, തമിഴില് ആൽബംസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബേസിക്കലി നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഹിന്ദി ലാംഗ്വേജസിൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മലയാളി അല്ലേ? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും ജനിച്ചു വളർന്നത് ഇവിടെയാണെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ ബേസിക്കലി രാജ്പുത്ത് ആണ്. അതുകൊണ്ട് ഹിന്ദി എന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു ലാംഗ്വേജ് മറാത്തി മിക്സ്ഡ്, രാജസ്ഥാനി മിക്സ്ഡ് ഒരു ലാംഗ്വേജ് ആണ്. അവിടുത്തെ ഭാഷാ ഗാനങ്ങളൊക്കെ പാടാറുണ്ട്. അവിടുത്തെ ഭാഷാ ഗാനങ്ങൾ ഇതുവരെ പാടാനോ അവിടെ ഒന്ന് പോകാനോ നമ്മുടെ ആ ബേസിക് എവിടെയാണ് ഇല്ല. അതാണ് അമ്മയുടെയും ഒക്കെ മുന്നേ നമ്മൾ ഇവിടെ എത്തി. എനിക്ക് തോന്നുന്നു യുദ്ധകാലാടിസ്ഥാനത്തില് അങ്ങനെ വന്നതായിരിക്കാം, വാരിയേഴ്സ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ വന്നതായിരിക്കാം. അതിന്റെ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയത്തില്ല ശരിക്കും. ഇപ്പൊ ഗാനമേള പൂർണ്ണമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇല്ലല്ലോ അല്ലേ? ഗാനമേള ഞാൻ സത്യം പറയട്ടെ, ഞാൻ പറയുമ്പോ എത്ര പേർക്ക് അത് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പണ്ട് തൊട്ട് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം, ഞാൻ അത് ആസ്വദിച്ചത് കൊണ്ടായിരിക്കാം. അന്നെന്ന് പറയുന്നത് ഓർക്കസ്ട്ര വളരെ ലൈവാണ് വായിക്കുന്നത്, ഒരു സീക്വൻസ് ചെയ്തിട്ട് വെറുതെ അഭിനയിക്കല്ല. ഇപ്പോഴും അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയല്ല, പക്ഷെ പല വേദികളിലും അഭിനയിക്കുകയാണ്. അത് ഓഡിയൻസും അത് അപ്രൂവ് ചെയ്തു, അവരും അത് അക്സെപ്റ്റ് ചെയ്തു. സംടൈംസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം കരോക്കെ പോലത്തെ ഒരു പ്ലസ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പൊ പല സ്ഥലത്തും പാടുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആ ഒരു ആത്മാവ് ഇല്ല, ആത്മാവ് നഷ്ടപ്പെട്ടു. നാട്ടിൻപുറത്തെ വലിയ ഉത്സവ ലഹരിയായിരുന്നു ഗാനമേള. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ വല്ലാതെ ചെറുപ്പക്കാരെയും പ്രായം ചെന്നവരെയും കുട്ടികളെയൊക്കെ സ്ത്രീകളെയൊക്കെ വല്ലാണ്ട് സ്വാധീനിച്ചത്. അത് നഷ്ടപ്പെടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയയും ചാനൽസും വർദ്ധിച്ചു വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ടി വി അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത് ആൾക്കാരുടെ പൊതുവെ ആസ്വാദനത്തിന്റെ ഒരു മാറ്റമാണോ? അല്ല, ആസ്വാദനത്തിന്റെ മാറ്റമല്ല. അത് എനിക്ക് വേറെ രീതിയിൽ പറയാം. ഞാനെല്ലാം ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അത് ചിലപ്പോൾ എനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ശത്രുതയോ അല്ലെങ്കിൽ ബാഡായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സത്യം പറയുന്നതിൽ ഭയക്കേണ്ട കാര്യം നമ്മളെപ്പോഴും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. കാരണം ഒരു ഈ 2000 അല്ലെങ്കിൽ 2000-ന് മുന്നേ ഉള്ള ഗാനങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആസ്വാദനം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുമായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് അത് ഡയറക്ട്ലി തറയ്ക്കുമായിരുന്നു. അതിനുശേഷം വന്നതെല്ലാം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുന്നു, യൂത്ത് എന്ന് പറയുന്നു ജനറേഷൻ. പക്ഷെ അപ്പോഴും എനിക്കൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ്
ഇപ്പോഴത്തെ യൂത്ത് പഴയ പാട്ടുകളെടുത്ത് കവർ സോങ് ചെയ്യുന്നത്. അതെ. അതിൽ ആത്മാവുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്നാ പുതിയ പാട്ടുകൾ ചെയ്തൂടെ എന്നൊരു ചോദ്യം എനിക്ക് തീർച്ചയായിട്ടും. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ അതെല്ലാം എടുത്തിട്ട് പുതിയ ബാൻഡിൽ ഇറക്കുന്നത്. പക്ഷെ അതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഇപ്പൊ ഇളയരാജയുടെ വിഷയം വരുന്നത് അങ്ങനെയൊക്കെയല്ലേ? നിയന്ത്രണങ്ങളിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെ എല്ലാരും ഇളയരാജ സാറിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരെ പരാതി പറയുന്നെങ്കിലും അവര് പറയുന്നതിലും കാര്യമുണ്ട് സർ. കാരണം ആസ് എ മ്യൂസിക് കമ്പോസർ, ഞാൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് പറയുന്നതല്ല, സൃഷ്ടിക്കാന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി പേയ്മെന്റ് വാങ്ങിക്കുന്നതല്ലേ? പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, പേയ്മെന്റ് വാങ്ങിയാലും എന്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട്, പുതിയ നല്ല വർക്ക് ചെയ്തിട്ട്, പരിശ്രമിച്ച് നല്ലൊരു കണ്ടന്റിനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറക്കിക്കൂടാ? എന്തിനാണ് വേറൊരാളുടെ ഇത് തന്നെ നമ്മളെടുത്ത് പകർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. നിങ്ങളത് ഒരു സംഭവം ചെയ്തു, അതിന്റെ പണം വാങ്ങി, അത് പിന്നെ പൊതുസമൂഹത്തിന്റെതല്ലേ? പണത്തിന്റെ അല്ല അവിടെ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇളയരാജ സാർ ചെയ്ത പോലെ ചോദിക്കുന്നത്, പണമാണ് ചോദിക്കുന്നത്. അല്ല, അതെന്താ വെച്ചാലേ, അത് എനിക്ക് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാനത് ആലോചിച്ചു, സാർ പറഞ്ഞ പോലെ ഞാനും ആലോചിച്ചു. പക്ഷെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യം, അദ്ദേഹം അന്ന് വാങ്ങിയതിനേക്കാൾ കൂടുതൽ പണം അതേ സംഭവത്തിന് എടുത്തിട്ട് വേറൊരാള് ഒരുപാട് മേടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വേദനയോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു എനിക്കറിയില്ല അതിനെന്ത് പറയണത്. അപ്പൊ തോന്നുന്നത് നമ്മുടെ കാര്യം, നമ്മുടെ അല്ലേ, നമ്മുടെ ഒരു ഇതിലല്ലേ നമ്മളത് മറ്റൊരാള് താലോലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവുന്ന സന്തോഷമല്ല ശരിക്കും പറയേണ്ടത്. താലോലിക്കയാണോ? അതിനെ താലോലിക്കയല്ലല്ലോ, അതിനെ ഒരു ബിസിനസ് ആയിട്ട്. നമ്മള് പാട്ട്, ദാസേട്ടന്റെ പാട്ട് മറ്റൊരാള് പാടുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അല്ല, പാടുമ്പോ വ്യത്യാസമുണ്ട് സാർ. പാടുമ്പോ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഒരു വാഴപ്പഴം സൃഷ്ടിക്കപ്പെടുന്നു. വാഴ നമ്മൾ നനച്ച് അതിനെ വലുതാക്കി, വാഴയിൽ നിന്ന് വാഴ കുലച്ച് ഒരു പഴം ഉണ്ടായി അതിനെ ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മാത്രമേ ഒരു സിംഗർ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്നൊരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ലിറിക്സിസ്റ്റിന് വാല്യൂ ഉണ്ട്, ഒരു കമ്പോസറിന് വാല്യൂ ഉണ്ട്. നല്ല നല്ല പാട്ട് ഇപ്പോ പല സിനിമകളിലും ഇപ്പോ എന്താണ് ഒരു പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണോ പഴയ പാട്ടുകൾ എടുത്തിട്ട് എന്തിനിടുന്നു എന്നുള്ളത്? അതിന് ആൻസർ ശരിക്കും തരാൻ പറ്റില്ല ആർക്കും, അല്ലെ? വേണമെങ്കിൽ അത് ചെയ്തൂടെ, പുതിയത് അതിന്റെക്കാൾ അപ്പുറമായിട്ട് ക്വാളിറ്റിയിൽ ചെയ്യാം. അപ്പൊ എന്നോട് ചോദിക്കും, ഞാൻ കവർ സോങ് പാടാറില്ലേന്ന്. ഞാൻ കവർ സോങ് അധികം പാടാറില്ല. എന്റെ പ്രൊഫൈൽ നോക്കിയാൽ എവിടെ നോക്കിയാൽ ഞാൻ കവർ സോങ് അധികം ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അത് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോ നമ്മൾ അതുപോലെ പ്രവർത്തിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ഇത്രയൊക്കെ ഇരുന്ന് വാചകം അടിച്ചിട്ട് ഞാൻ അതേ കാര്യം ചെയ്താൽ അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇളയരാജയുടെ വാദത്തിന് ഗായകനോ ഗാനരചയിതാക്കോ പ്രാധാന്യമില്ല. അത് നമ്മൾ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയും കൂടി വിചാരിക്കണം. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിത്വം, ചിലരുടെ ഒരു ഇപ്പൊ നമുക്ക് പറയാം, പല എല്ലാ മേഖലകളിലും ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ബേസ് ആണ്. സിംഗേഴ്സ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ലാലേട്ടനെ പോലെ ഒരിക്കലും മമ്മൂക്ക അങ്ങനെ അവരുടെയൊക്കെ വ്യക്തിത്വത്തിന്റെ ഇതിൽ വരുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, സിംഗേഴ്സിലും പലരും ഇതേപോലത്തെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ കഴിവിനെയോ അവരുടെ ആ ഒരു ഇതിനെ നമുക്ക് കളയാൻ പറ്റില്ല, നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അവർ അത്രയും വാല്യുബിൾ ആണ് നമുക്ക് മലയാളികൾക്കായാലും തമിഴ് ഇൻഡസ്ട്രിയിൽ രാജസാറായാലും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അവരുടെ അത്രയൊക്കെ എത്താൻ പോലും നമുക്ക് എത്ര ജന്മം എടുത്താൽ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിൽ ഞാൻ അവരുടെ ഒരു ക്വാളിറ്റീനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ ധൈര്യം വരുന്നത്. സോണി സായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു മാനസികാവസ്ഥയുള്ള ആളാന്ന് പറഞ്ഞു. 25 വർഷമാകുന്നു സംഗീത രംഗത്ത് വന്നിട്ട്, എന്നിട്ടും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്റെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കുമ്പോ ഐ എം ഹാപ്പി. ബിക്കോസ് അംഗീകരിക്കാൻ നമ്മുടെ മലയാളികൾ കുറച്ച് പുറകിലോട്ടാണോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. കാരണം എനിക്ക് 2023 ശ്രേയാ ഘോഷലിനോടൊപ്പം ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആയിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് അവാർഡ്, ഹംഗാമ അവാർഡ് വാങ്ങിച്ചത്. ഇപ്പൊ പലരും ഹിന്ദി ചാനലിൽ പോയി റിയാലിറ്റി ഷോയിൽ പോയിട്ട് വിൻ ചെയ്ത് വരുന്നവരെയൊക്കെ ഇങ്ങനെ വളരെ സന്തോഷം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് സങ്കടം, ഞാൻ അവിടെ പോയി ഇത്രയും പ്രശസ്തയായ അല്ലെങ്കിൽ ഒരു സിംഗറിനോടൊപ്പം അതേ ഇതിൽ തന്നെ വേദിയിൽ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് അവിടെ പോയി നോമിനേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ഒരു കാറ്റഗറിയിൽ മാത്രം
ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് ഞാൻ വാങ്ങി വന്നിട്ട് ഇവിടെ ഒരു മാധ്യമക്കാരോ ആകെ എന്നെ വിളിച്ചത് ഐ തിങ്ക് ക്ലബ് FM അങ്ങനെ കുറച്ച് റേഡിയോ ആൾക്കാർ, കുറച്ച് പത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇതിലൊക്കെ വന്നു എന്നല്ലാതെ അതിന് വേണ്ട വിധം ഒരു അംഗീകാരവും ആരും തന്നില്ല. അതെനിക്ക് സങ്കടമുണ്ട്. ബിഗ് ബോസിൽ വിൻ ചെയ്തവരാവട്ടെ തോറ്റവരാവട്ടെ എല്ലാവരുടെയും പിറകെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ കഴിവുള്ളവരെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പറയല്ല എനിക്ക് ഭയങ്കര കഴിവാണെന്ന് ഞാൻ പറയുമല്ല, എന്തായാലും എനിക്ക് എന്തോ ഒരു അംഗീകാരം കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ആ വിഷമം എനിക്കുണ്ട്. പുതിയ കാലത്തിലെ ഗായികമാർക്ക്, യുവ ഗായികമാർക്ക് അവരുടെ പാട്ടിന്റെ ക്വാളിറ്റി അല്ല പലപ്പോഴും മാനദണ്ഡമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അതെ അതെ. മറ്റു പല ഘടകങ്ങളും മാനദണ്ഡമായിട്ട് നോക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ നോക്കുമ്പോൾ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വൈറൽ ആകുന്നതും ഒരു പക്ഷേ നമ്മൾ അതിശയിക്കും, എന്താണ് ഇത് ഇത്ര വൈറൽ ആകാനുള്ള കാര്യം എന്താണ് എന്ന് വരെ നമുക്ക് തോന്നി പോകാറുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ടാത്തതും ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ, വേണ്ടാത്തതും സ്വീകരിക്കുന്നുണ്ട്, വളരെ മോശമായ കണ്ടന്റും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരിക്കലും അവർക്ക് വേണ്ടത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളും അല്ല. ബിക്കോസ് എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതിലേ ഞാൻ പോവുള്ളൂ എന്തായാലും മുന്നോട്ട്. പക്ഷെ ആസ് എ മ്യൂസിക് കമ്പോസർ എനിക്ക് നാളെ ഇങ്ങനത്തെ ഒരു പാട്ട് തന്നെ വേണം, ഇങ്ങനത്തെ പാട്ട് നിങ്ങൾ നൽകിയേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ്. സോണിയുടെ കാര്യം മാത്രമല്ല, നല്ല പാട്ടുകൾ പാടിയ ഒരുപാട് ഗായകരും ഇപ്പോൾ ഉറപ്പായിട്ടും അവാർഡ് മേടി, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയവർ പോലും ഇപ്പൊ കാണാനില്ല. അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിൽ വിൻ ചെയ്ത ആൾക്കാർക്ക് എവിടെ പോയി? അല്ല, അവർക്ക് അത്ര ഷോകളിൽ പോലും ഒരു പ്രാതിനിധ്യം ഉണ്ടാവാറില്ലല്ലോ. ഷോസ് ഇല്ല, അവരെയൊന്നും പിന്നെ എല്ലാരും അങ്ങ് മറന്നു പോവുകയാണ്. ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ എന്നോടും ഈ സമൂഹത്തോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മലയാളികൾ എന്ന് ഞാനും പറയുന്നു, ഞാനിപ്പോ മലയാളിയാണോ അല്ലേ എന്നുള്ളല്ല വിഷയം. ഞാൻ എൻ്റെ ഈ നാടാണ്, എൻ്റെ നാടാണിത്, ഞാൻ ഇവിടുത്തെ ആളാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതികൾ ഒരുപാട് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു. കാരണം ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ അവർ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നെങ്കിലും പറഞ്ഞിരിക്കുന്നെങ്കിലും ഏറ്റവും മോശമായിട്ട് അവരെ എവിടെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക, അവിടെയാണ് മലയാളികളുടെ നോട്ടം ആദ്യം പോകുന്നത്. അപ്പൊ ആ കുറ്റപ്പെടുത്താനുള്ള ഒരു മൈൻഡ് കൂടി വരികയാണ്. അതായത് നെഗറ്റീവ് ഒരു സംഭവം കയറി വരുന്നുണ്ട്. അതൊന്നും മാറണേന്ന് ഞാൻ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് ആരും പോയി അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മെജോറിറ്റി ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും കുറവ് ആൾക്കാരെ കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നു. ശ്രദ്ധിക്കപ്പെട്ട നല്ല പാട്ടുകൾ പാടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പിന്നണി ഗായിക്ക് വളർന്നു വരാൻ എന്തൊക്കെ സാഹചര്യം നിലവിൽ വേണ്ടത്? നന്നായിട്ട് പാടാനുള്ള കഴിവ് മാത്രം മതിയോ? പോരാ. നല്ല പാട്ട്, ഇപ്പൊ ഞാൻ തോറ്റംപാട്ട് അറിയുന്ന മാലിപ്പൊതി എന്നൊരു സിനിമ ചെയ്തു. അതിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷനുള്ള അവാർഡ് എനിക്ക് കിട്ടി. സത്യജിത് റേ. അത് കാർത്തിക നാളില മൺചിരാതിൽ നേർത്ത തിരിയായി നീ തെളിഞ്ഞു, കാർത്തിക നാളില മൺചിരാതിൽ നേർത്ത തിരിയായി നീ തെളിഞ്ഞു, അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട്, അണയാതിരിക്കുവാൻ ജീവതാളം കൊണ്ട് എണ്ണ പകർന്നു ഞാൻ ആത്മാവിനാൽ. അങ്ങനെ ഒരു പാട്ട്. മ്യൂസിക്കും ഞാനാണ്, പാടിയത് ഞാനാണ്, ലിറിക്സ് പുതിയൊരു ലിറിക്സിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അംഗീകാരമാണ് അവിടെ കിട്ടിയതെങ്കിലും പബ്ലിക്കിലേക്ക് ഇത്രത്തോളം പോയി ആ പാട്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് FBയിൽ ഒരു ഗ്രൂപ്പിലൊരു ചോദ്യം വന്നു, എന്തുകൊണ്ട് സ്ത്രീ മ്യൂസിക് ഡയറക്ടേഴ്സ്, സംഗീത സംവിധായകർ വരുന്നില്ല അല്ലെങ്കിൽ ഇല്ല? അങ്ങനെയല്ല. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും പറയുന്നു സ്ത്രീകൾക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി ഓടി നടക്കുന്നു, അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെ ആയി എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു പരിധി വരെ അങ്ങനെ ഒരു നമുക്ക് വെറുതെ തുല്യത പല സാധനങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട് കാര്യമില്ല.
എല്ലാവരുടെയും മനസ്സിനുള്ളില് ഒരു സ്ഥാനം വേണം. ആദ്യം ഞാനൊരിക്കലും ഒരു ഫെമിനിസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും എനിക്ക് പല വിഷമതകൾ ഇപ്പൊ എൻ്റെ കുടുംബപരമായിട്ടാവട്ടെ അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതത്തിലാവട്ടെ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരാൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. റെസ്പെക്ട് ചെയ്യുന്നു എല്ലാ പുരുഷന്മാരിലും നല്ലവരും ചീത്തയുണ്ട്, എല്ലാ സ്ത്രീകളിലും മോശമായവരും നല്ലവരും ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ മനസ്സുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മളെ പോലുള്ള അറ്റ്ലീസ്റ്റ് ആ ജെൻഡർ നോക്കാതെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാൻ നോക്കുക. അതാണെങ്കിൽ ഓക്കെ. സോണിയാണെന്നാണ് മലയാളത്തിൽ ആദ്യത്തെ ഒരു വനിതാ ചലച്ചിത്ര സംഗീത സംവിധായിക. ആക്ച്വലി ഞാനല്ല ആദ്യത്തെ മലയാളത്തിലെ സംഗീതം ചെയ്തിരിക്കണം. ഒരുപാട് പേര് ചെയ്തിട്ട്, ഒരുപാടില്ലെങ്കിലും 2-3 പേരുണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് അധികം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. എന്നിട്ടും എന്താണ് ഇങ്ങനെ ഒരു നമ്മൾ അവഗണിക്കുന്നതാണോ, നമ്മുടെ അയിത്തം കൽപ്പിക്കുന്നതാണോ, എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം? സോണിക്ക് എനിക്കതിന് ആൻസർ അറിയത്തില്ല പറയാൻ. എന്നാലും ഞാന് പ്രയാസം സങ്കടം തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം ഞാൻ ഇപ്പോഴും സജീവമാണ്, ഇപ്പോഴും ഞാൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ ആ സക്സസിൽ എത്തും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം എനിക്ക് എന്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. അതിലെനിക്ക് നല്ല കോൺഫിഡൻസ്. കലാകാരന്മാരെ വളർന്നു വരാൻ പ്രോത്സാഹനം. സർ നേരത്തെ പറഞ്ഞതിനൊരു ആൻസർ ഞാൻ തരാൻ ബാക്കിയുണ്ട്. അതായത് ഒരു സംഗീതം, നല്ലൊരു സംഗീതം നല്ല ഒരു സിനിമയിൽ എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ചെയ്ത സിനിമ മോശം നല്ല 2 ലാല എന്ന് പറഞ്ഞ സിനിമയും ചെയ്തു, തോറ്റമ്പാട്ടെന്ന മലയപ്പത്തി ചെയ്തു. ലാലയിലെ പാട്ടുകൾ വളരെ മനോഹരമാണ്. പക്ഷെ അവിടെ എല്ലാം ഒരു ബഡ്ജറ്റിന്റെ ഒരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നു. നല്ല ഇതുള്ള നല്ല രീതിയിൽ ഹൈപ്പുള്ള സിനിമകള്, അതായത് നല്ല ആക്ടേഴ്സ് അഭിനയിച്ച സിനിമകളിൽ നല്ല പാട്ടുകൾ വന്നാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അതിലേക്ക് എന്താ എത്താൻ വരാൻ? അതില് എനിക്കെപ്പോഴും തോന്നാറുള്ളത് ചില വിശ്വാസങ്ങൾ ചില സ്ഥലത്തുണ്ട്. ഇപ്പോ പുതിയൊരു ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ നമ്മുടെ മലയാളികൾക്കാണ് മലയാളം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും മടിയുള്ളത്. പുതിയൊരാൾക്ക് എന്തുകൊണ്ട് കൊടുത്തിട്ട് അവരെ ഒന്ന് പരീക്ഷിച്ചൂടാ എന്ന് പോലും ആരും ശ്രമിക്കുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 ഹിറ്റ്സ് അല്ലെങ്കിൽ 2-3 ഹിറ്റ്സ് കൊടുത്ത ഒരു സിംഗർ ഉണ്ടെങ്കിൽ അവരെ തന്നെ വീണ്ടും വിളിക്കുന്നു, പാടിപ്പിക്കുന്നു. 2-3 ഹിറ്റ്സ് കൊടുത്ത മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ അവരെ തന്നെ വിളിക്കുന്നു, പഠിപ്പിക്കുന്നു. ലിറിക്സിസ്റ്റിന്റെ കഥയും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നില്ല? എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ എൻ്റെ വർക്കിൽ പുതിയ ആൾക്കാരെ എഴുതാൻ വിളിച്ചു, പാടാൻ അവസരം കൊടുത്തു. ഞാൻ പുതിയൊരാളായിട്ട് പോലും ഞാൻ അത് ചെയ്തു. ഈ മൈൻഡ് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് പലരുടെയും ഒരു കോക്കസ് ആണ്. ലൈക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഗ്രൂപ്പിസം, ഒരു കോക്കസ് നമ്മുടെ ഫീൽഡിൽ ഇൻഡസ്ട്രിയിലുണ്ട്. നല്ല കാര്യമാണ്, ഗ്രൂപ്പായിട്ട് നിന്ന് നമുക്ക് സക്സസ്സിലോട്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിവുള്ളവർ എവിടെയെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു വിഷമമുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന എത്രയോ ചലച്ചിത്ര മേഖലയിൽ ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പിന്റെ വലിയ വിവാദമായി സംസാരിക്കുന്നത്. സിനിമയിലെ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പ് ആദ്യം പൊളിച്ചു കളയുക, എന്നിട്ട് കഴിവുള്ള ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരും വളർന്നു വരട്ടെ. ചിലപ്പോ ഇപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ നല്ല കാര്യങ്ങൾ കിട്ടിയാലോ വീണ്ടും പഴയ പോലെ ഒരു ചരിത്രം തന്നെ നമുക്ക് വീണ്ടും സൃഷ്ടിക്കാനും പറ്റും. സംഗീത മേഖലയാവട്ടെ, മലയാള ചലച്ചിത്രത്തിലാവട്ടെ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അങ്ങനെ ഇല്ലാന്ന് ഞാൻ കളവ് പറഞ്ഞപ്പോ ആരെയും പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. സോണിയുടെ ഒപ്പമുള്ള നമ്മുടെ സമകാലികരായിട്ടുള്ള ഞാൻ സത്യത്തിൽ ആരുമായിട്ട് ഒരു ഗ്രൂപ്പിലും പോയിട്ട് ഇതുവരെ ആശയവിനിമയം നടത്താറ് സംസാരിക്കാറില്ല. അതെ, ആശയവിനിമയത്തോടു കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. എന്നെ പോലെ ധൈര്യമായിട്ട് ആരും മുന്നിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നില്ല. എന്താ വരാത്തത്? അത് അവരുടെ അവസരങ്ങൾ അവർക്ക് മിസ്സാവും. അപ്പൊ അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ പറയാം വിവാദമായ ചില അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പൊ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാലത്ത് എവിടെയെങ്കിലും നമ്മളൊന്ന് വീണു പോയാൽ, തോറ്റുപോയാൽ, അതിനുശേഷം നമ്മളെ ഫ്രസ്ട്രേഷൻ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് കുറെ കാലത്തിന് ശേഷം നമ്മൾ അവർക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. അത് തെറ്റാണ്. സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ പണ്ട് മുതലേ. അതിപ്പോ ഗാനമേളയായിട്ട് ഇവിടെ എന്താ വെച്ചാല്, പിന്നെ കുട്ടിക്കാലത്തുള്ള നമ്മുടെ ഒരു പക്വതക്കുറവിന്റെ പേരിൽ നമുക്ക് പല വീഴ്ചകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ മനുഷ്യരാണ്.
പക്വതയില്ലാത്ത ഏജാണ്. ഞാൻ പാടി തുടങ്ങുന്നത് എൻ്റെ 13-14 വയസ്സിലാണ്. അന്ന് എന്ത് പക്വത എനിക്ക് ഉണ്ടാവാനാണ്? ഏകദേശം പക്വതയില്ലാത്ത ഏജിൽ തന്നെ എൻ്റെ മാരേജും നടന്നു. 18 വയസ്സിൽ എൻ്റെ കല്യാണവും കഴിഞ്ഞതാണ്. പക്ഷെ അവിടെയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. അതിനുശേഷം എനിക്ക് ഉണ്ടായ ഓരോ അനുഭവങ്ങളും എൻ്റെ ബുദ്ധിയെയും അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തകളെയും എനിക്ക് കൂടുതൽ നല്ലതിലോട്ട് അല്ലെങ്കിൽ നല്ല ചിന്തകളിലോട്ട് കൂടുതൽ ബോൾഡ് ആവാനും എങ്ങനെ പ്രതികരിക്കണമെന്നും നല്ല ഒരു ധാരണയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് നന്നായിട്ട് ആൾക്കാരെ കണ്ടാൽ എവിടെ ശരി എവിടെ തെറ്റെന്നുള്ളത് മനസ്സിലാക്കാനും. ഗാനമേള പോലുള്ള പരിപാടികൾ, സ്റ്റേജ് ഷോ, ഇതിലൊക്കെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ട ഒരു മേഖലയല്ലേ? അതിലൂടെയാണ് സോണിയും കടന്നു വന്നിട്ട്. തീർച്ചയായിട്ടും അത് ചില നമ്മള് ഇവിടുത്തെ ഒരു ആൾക്കാർ വിചാരിക്കണേ ഇപ്പോഴേ പുതിയ കാലത്താണ് പല കാര്യങ്ങളും നടക്കുന്നത്, ഈ പറയുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ അത്. പക്ഷെ ഒരിക്കലും അല്ല. പണ്ട് കാലം മുതൽക്ക് തന്നെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയാസും ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയപ്പോ പെട്ടെന്ന് അത് ലൈവിലോട്ട് വരുന്നു, സ്പോട്ടിൽ വരുന്നു. വാട്സപ്പ് ഉണ്ട്, വീഡിയോ എടുത്ത് അപ്പൊ തന്നെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് പണ്ട് കാലത്ത് അതിനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് അത് പലരോടും പറഞ്ഞു, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുന്ന ആളാണ്. സോണിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ പാടുന്ന ചേച്ചിമാരെന്നേ പറയാൻ പറ്റൂ. കാരണം ഞാനായിരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും യങ്ങായിട്ട് പാടുന്നത്. ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് എല്ലാവരിൽ നിന്നും അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. എല്ലാരും ഒരുപോലെ അല്ല എന്നുള്ളത്. അവിടെ തന്നെ സ്ത്രീകളും മോശക്കാരുണ്ടാവാം, അല്ലാതെ. അപ്പൊ എന്താ പറ്റണെന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് മോശക്കാര് ഏതാണ് നല്ലവരും നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആരും ആരോടും അപ്രോച്ച് ചെയ്യുന്നത്. ഒരാള് മോശമായിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ലേഡി എല്ലാത്തിനും ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി അവരെ പോലെയാണ് അടുത്ത ആളും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം ഒരു പുരുഷനിൽ നിന്നും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ആദ്യകാലത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ശത്രുവായിട്ട് മാറും. അത് വേണ്ടെന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങള്, അതായത് നമ്മളിപ്പോ പല ഗൾഫ് ഷോസ് അല്ലെങ്കിൽ പല പുറം രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന സാഹചര്യത്തില് ആദ്യകാലങ്ങളിൽ അതുണ്ടായിരുന്നില്ല, വലിയ പ്രശ്നം സിംഗേഴ്സിനുണ്ടായിരുന്നില്ല. പിന്നെ അത് സിംഗേഴ്സിലോട്ടും വരാൻ തുടങ്ങി, ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ചില സാഹചര്യങ്ങൾ അവർ ഈ പ്രോഗ്രാമിന് വിളിക്കുന്നവരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് പേര് അറിയാലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ചോദിക്കും എന്താ അഡ്ജസ്റ്റ് മനസ്സിലായില്ല. അപ്പൊ പറയും അത് നമുക്കിപ്പോ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്ത് അവര് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുമ്പോ സ്പോൺസേഴ്സ് അല്ല എനിക്ക് മനസ്സിലായില്ല, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് പാട്ട്. ഞാൻ അവിടെ പോകുന്നു പാടാൻ വേണ്ടിയിട്ട്. അവരവിടെ പ്രോഗ്രാം നടത്തുന്നു, ടിക്കറ്റ് വെക്കുന്നു, അതിന്റെ കാശ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? അങ്ങനെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കുറെ വർഷമായിട്ട് പല ഷോസും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ പോയ ഷോസിൽ അവിടെ നമ്മുടെ നാടിനേക്കാൾ സുരക്ഷിതത്വമാണ് മറ്റു രാജ്യങ്ങളിൽ. കാരണം അവിടെ അങ്ങനത്തെ നിയമങ്ങളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ആ നിയമങ്ങൾ ഇവിടെ വന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പക്ഷേ നമ്മുടെ മലയാളികൾക്ക് അവിടെ ഒരു കുഴപ്പമുണ്ട്. ചില നിയമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആൾക്കാരെയും നിരപരാധികളെയും കൂടിയിട്ട് അതിൽ പെടുത്തും. അതുകൊണ്ട് പ്രശ്നം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മള് പല സ്ഥലത്തും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യലി. സംടൈംസ് നമുക്ക് ഇങ്ങനെ നമ്മൾ പോകുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വർക്കുകൾ ചിലപ്പോൾ കുറയുന്നു. അപ്പോൾ ചില സ്ഥലത്ത് അവര് ചിന്തിക്കുന്ന പോലെ പോകില്ല. എന്നാൽ അവർക്ക് നമ്മളെ പാട്ട് വേണം, നമ്മുടെ കഴിവ് വേണം. അപ്പം അവര് പറയും ഇത്ര പൈസയേ ഉള്ളൂ കേട്ടോ, ഇത്ര രൂപയ്ക്ക് വർക്ക് ചെയ്ത് തരണം കേട്ടോ എന്ന് പറയും. ഞാൻ പറയും ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ ഇത്ര വരെ ചെയ്ത ഇത്രയും മൂവീസിൽ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കാരണം അത് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ, പാട്ട് കേൾപ്പിക്കണമെങ്കിൽ ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. വാട്സപ്പിൽ അയക്കാം, ശരിയായില്ല എന്ന് അവര് പറയുകയാണെങ്കിൽ ഉടനെ നമ്മൾ മാറ്റി നമുക്ക് അയക്കാം. പണ്ടത്തെ പോലെ സിംഗറും മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ലിറിക്സിസ്റ്റും എല്ലാം കൂടി ഇരുന്ന് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. അതുകൊണ്ട്
സ്ത്രീകൾക്ക് ഇനി മുന്നോട്ട് വരാം. കൂട്ടായ്മയുടെ വിജയത്തെ കുറിച്ച് പറയാം. നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അക്കാലത്ത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോഴും മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് പാട്ടിന്റെ ഒരു പാടുന്നതും പണ്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രാജമണി സാറിന്റെയും ജോൺസൺ മാസ്റ്ററേയും പാട്ടുകളൊക്കെ ഫുൾ ലൈവ് ഓർക്കസ്ട്രയിൽ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതേത് പാട്ടായിരുന്നു? ട്രാക്കാണ് പാടിയത്. ഉത്തമൻ എന്നൊരു സിനിമയിലെ പാട്ട്. അത് ജയറാമിന്റെ സിനിമ. അതെ, പന്തലിട്ട് അങ്ങനത്തെ പാട്ടുകളും രാജമണി സാറിന്റെ പാട്ട് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് വിത്ത് ലൈവ് പാടണം തോന്നിയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ മലയാളത്തില്. ഒരുപാട് പാട്ടുകൾ. കൂടുതലും എനിക്ക് ചില മെയിൽ സോങ്സിന്റെ പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് ഫീമെയിൽ സിംഗേഴ്സിന് ഇത്ര നല്ല പാട്ടുകൾ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അതിലൊരു പാട്ടാണ് മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു, കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നു, ഈ കൊതുമ്പു കളിയോടം കാണാത്ത തീരമണയുന്നു, മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയുന്നു. അതുപോലെ അത് ശരിക്കും ചിത്രേച്ചിയും കൂടി പാടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ വേറൊരു പാട്ടില്ലേ അതിനകത്തുണ്ട്, അല്ലാതെ ഒളിക്കുന്നുവോ മെഴിക്കുമ്പിളിൽ ഓരായിരം, പിന്നെ ഇഷ്ടം പോലെ പ്രമദവനം, അതുപോലെ വികാര നൗകയുമായി, അങ്ങനെ ഇഷ്ടം പോലെ മെയിൽ സോങ്ങിന് പാടി. ഇന്നും എന്റെ കണ്ണുനീര്, ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. പഴയ പാട്ടുകളുണ്ടല്ലോ നമ്മുടെ ജാനകിയമ്മയൊക്കെ പാടിയ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ അതിലെനിക്ക് ഏറ്റവും അമ്മ പാടി 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 കുറെ പാട്ടുകൾ എനിക്ക്, അമ്മയുടെ സൗണ്ട് ഏകദേശം പഴയ സിംഗേഴ്സിന്റെ ഒരു ടോണാണ്. അപ്പൊ അമ്മ പറഞ്ഞു തന്നിട്ട് കുറെ പാട്ടുകളുണ്ട്. ഒന്ന് നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കടവിൽ ചെന്നെത്തി, കാണാത്ത കടവിൽ ചെന്നെത്തി. അത് നല്ലൊരു വിഷാദഗാന, നല്ലൊരു പാട്ടാണ് അത്. അമ്മ എപ്പോഴും പാടാൻ പറയുമ്പോ ആദ്യം അമ്മ അതാ പാടാറ്. പക്ഷെ എനിക്ക് ബേസിക്കലി ഇഷ്ടമുള്ള കുറെ പാടലെന്ന് പറയുന്നത് വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, നീലഗഗന വനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായ നാഥൻ. ഭക്തിഗാനമേളയിൽ നിന്നാണ് 4ാം ക്ലാസ് മുതൽ ഞാൻ തുടങ്ങിയത് സ്റ്റേജ് പ്രോഗ്രാംസ്. അതുകൊണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു 5000 സ്റ്റേജെങ്കിലും ലൈവ് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. പാടിയപ്പോ എനിക്ക് ഹരിഹരൻ സാറിന്റെ കൂടെ ലൈവ് പാടാൻ പറ്റിയിട്ടുണ്ട്, സോനുജിയുടെ കൂടെ സിനിമ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, ചക്കരമാവിൻ കൊമ്പത്ത് ബോംബെ മാസ്റ്ററിൽ തന്നെ. അതുപോലെ തന്നെ വസുന്ധരാദാസിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശുഭ ആന്റി എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗറാണ്. മിമിക്രിയിലും അവരുടെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നിലാപൊങ്കൽ
മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും ഞാറ് തണുപ്പോടുമാ നാട്ടിൽ നിങ്ങളുമായോ ഓ നില പൊങ്കലായേലോ ആടടി നീ ഓ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്കിപ്പോൾ നഷ്ടമാകുന്നുണ്ട്. പുതിയ കാലത്ത് ഈ പറഞ്ഞ പോലെ വരികളുടെ സൗന്ദര്യവും സംഗീതത്തിന്റെ ഒരു ആസ്വാദന തലങ്ങളൊക്കെ മാറിപ്പോയി. യുവാക്കൾ മറ്റൊരു മാനസികാവസ്ഥ. അതുകൊണ്ടാണ് എനിക്ക് പഴയ പാട്ട് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പുതിയ പാട്ടിൽ എന്നോട് ഏതെങ്കിലും പാടാൻ പറഞ്ഞാൽ എനിക്ക് ലിറിക്സ് എടുത്തിട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോഴത്തെ എഴുതുന്ന ഒരുപാട് നല്ല പാട്ടുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഇറങ്ങുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫയലിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ എനിക്ക് ഇഷ്ടം എന്ന് പറയാനായിട്ട് ഈ അടുത്ത ലാസ്റ്റ് ഒരു ടൈം വരെ നോക്കുമ്പോ ജീവാംശമായി ഇഷ്ടമാണ്, നല്ലൊരു പാട്ടായിരുന്നു. അതുപോലെ ഒന്ന് രണ്ട് പാട്ട്. പക്ഷെ എനിക്ക് ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതെ, എനിക്ക് അതാണ് പാടാനും ഇഷ്ടം, മെലഡിയുള്ള പാട്ട്. അതെ അതെ അതെ. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പൊ ഒരു ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ഇപ്പോഴത്തെ കുറച്ച് നല്ല റിതമെറ്റിക് ആയിട്ടുള്ള പാട്ട് നമുക്ക് കുറച്ച് ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നുണ്ട്. കാരണം സുഷിൻ ശ്യാമിന്റെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഇന്ന ഒരു പാട്ടിന് മാത്രമേ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ചെയ്യുള്ളൂ എന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോ വെസ്റ്റേൺ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. കാരണം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം എപ്പോഴും നമ്മൾ പഴയ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും, ഇൻഡസ്ട്രിയിൽ ഔട്ടായി പോകും. അപ്പൊ അപ്ഡേറ്റ് ചെയ്യപ്പെടുക, കാരണം അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് പഴയ കഴിവുള്ളവർ, ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പാട്ടുകളില്ല എന്നുള്ളതിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിരുന്നു. നല്ല പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചു. അദ്ദേഹത്തിന്റെ പാട്ട് രാവിൻ നീലാക്കായ ഓളം തുളുമ്പുന്നു, വെങ്കടേഷിന്റെ പാട്ടുകൾ നല്ല പാട്ട്. നിലാവേ മായുമോ കിനാവും നോവുമായി, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ MJ സാറിന്റെ പാട്ടുകൾ തന്നെ എന്തോരം നല്ല പാട്ടുകളുണ്ട്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് മുന്നോട്ട് ഒരു ആശങ്കയുടെ ഒരു സമയത്ത് ജീവിക്കുന്നല്ലേ സിനിമാ മേഖല, വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന. തീർച്ചയായിട്ടും നമുക്കിടയ്ക്ക് ഞാൻ സംഗീതം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൂടെ മാത്രം ഇൻകം കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രതിസന്ധി ഞാൻ അതിലാണ് ഈ ആഫ്റ്റർ കോവിഡ് അനുഭവിക്കുന്നുണ്ട്. അപ്പോ കോവിഡിനേക്കാളും ഭീകരമാണ് ഇപ്പോഴത്തെ സാഹചര്യം, അതിലും ഭീകരമാണ്. കാരണം ഈ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ്. പല സാഹചര്യങ്ങളും പല സ്ഥലത്തുനിന്നും ശ്വാസം മുട്ടിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് അംഗീകാരം തരൂ, നിങ്ങൾ എനിക്ക് അവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ നടക്കുന്ന ആ കമ്മിറ്റിയിൽ പറഞ്ഞ പോലെ പല സാഹചര്യം ഞാൻ അനുഭവിക്കേണ്ടി വരും, പെട്ടുപോകും. കാരണം നമ്മളാണ് ആവശ്യക്കാർ. നമ്മൾ ആവശ്യക്കാരായി മാറുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് വരുന്നത് കുറച്ച് കണ്ടീഷൻസ് ആയിരിക്കും. അപ്പൊ അത് ഭയന്നിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, സൈലന്റ് ആയിട്ട്. എനിക്ക് കിട്ടുന്ന ആൽബംസ്, കിട്ടുന്ന ചെറിയ ചെറിയ വർക്ക്, എന്നാൽ ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോയില്ല. പലരും ഡിപ്രഷനിലും പലരും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പഴയ നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലുള്ളവരാണ് പിന്നെയും ബോൾഡ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അതില്ല, തളർന്നു പോകുന്ന മാത്രമല്ല ആത്മഹത്യകൾ കൂടി വരികയാണ്. ചെറിയ കുട്ടികളിൽ, പഠിക്കുന്ന കുട്ടികളിൽ ചെറിയ കാര്യങ്ങൾ അവര് കിട്ടാതെ വരുമ്പോ അവര് ആത്മഹത്യ. അപ്പൊ അങ്ങനെ ഞാനൊക്കെ ഒരു 100 തവണ ആത്മഹത്യ ചെയ്ത് കഴിയേണ്ട ആളായിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ. പക്ഷെ നമ്മള് ഇതിനെ തരണം ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാനൊരു സക്സസ് ആണെന്ന്. കാരണം എത്രയോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം, പേര്, പ്രശസ്തി, പണമൊക്കെ ഇല്ല. എനിക്ക് അങ്ങനെ സീരിയസ്ലി ഞാൻ അത് പറഞ്ഞ എല്ലാരും പറയും വെറുതെയാണ്. പക്ഷെ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം
അങ്ങനെ ഒരു ആഗ്രഹം. കൂടുതൽ സിനിമ ചെയ്യണം, കൂടുതൽ പാട്ട് ചെയ്യണം. പ്രശസ്തി എന്ന് പറയുന്നത് നമുക്കിപ്പോ രണ്ട് രീതിയിൽ കിട്ടുന്നുണ്ടല്ലോ. മോശമായ കുപ്രസിദ്ധിയും കിട്ടും, അല്ലെങ്കിൽ പ്രശസ്തിയും കിട്ടും. ഈ പ്രശസ്തിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്? ഒരാളുടെ പ്രശസ്തിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട് സാറിന് പറയാൻ പറ്റും? ഇല്ല. ഒരാൾക്കൊരു പ്രശസ്തി വരുമ്പോ അടുത്ത കാത്തു നിൽക്കുന്ന ആപേക്ഷികമാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ സ്ഥിരതയായിട്ടുള്ളൂ, നമ്മുടെ വ്യക്തിത്വം. നമ്മുടെ ഒരു ക്യാരക്ടർ. അറ്റ്ലീസ്റ്റ് നമ്മൾ നാളെ ഈ ലോകത്തിനോട് വിട പറയുമ്പോ 10 പേരെങ്കിലും നമുക്ക് വേണ്ടി വിഷമിക്കാനുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലത് പറയുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മുടെ ആൾക്കാര് മേ ബി മരിച്ചു കഴിയുമ്പോൾ നല്ലത് പറയാറുണ്ട്. ഞാൻ പല സ്ഥലത്തും ഇപ്പൊ കാണുന്നുണ്ട് പോസ്റ്റേഴ്സ്, പലരും മരിച്ചു കഴിയുമ്പോൾ ഈ മുന്നേ അവരെ പറ്റി കുറ്റം പറഞ്ഞവർ പോലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ പോസ്റ്റിലൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞേക്കാൻ ഞാൻ. അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിക്കും, ഓക്കെ മരിച്ചു കഴിയുമ്പോഴെങ്കിലും നല്ല വാക്ക് പറയുമായിരിക്കും. പക്ഷെ എന്നാലും വേണ്ട, പലരുടെയെങ്കിലും മനസ്സിൽ നമ്മളെ കുറിച്ചിട്ട് കുറച്ച് നല്ലതുണ്ടെങ്കിൽ, നല്ല ഓർമ്മകളുണ്ടെങ്കിൽ, അവരുടെ കണ്ണിൽ ഒരു കണ്ണുനീരെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അതാണ് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ സിനിമയുടെ മുഖ്യധാര നിൽക്കുന്നവരല്ല. സോണി ആണെങ്കിൽ ഈ സംഗീത രംഗത്ത് മുഖ്യധാരയല്ല. ഈ രണ്ടാം ഘട്ടം നിൽക്കുന്ന ആൾക്കാരെയാണ് ഇതെല്ലാം ബാധിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അല്ലെ, വലിയൊരു ആശങ്കയുണ്ടല്ലോ ഈ കാര്യത്തിൽ. ആശങ്കയുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നേക്കാളും ഇങ്ങനെ പോകുന്നതാണ് ഗുഡ്. അവസാനം വരെ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ കാരണം അത് ഭയങ്കര ഡിപ്രഷനിലോട്ടും വരും. ഇപ്പോ ഭയങ്കര പ്രശസ്തിയിലെത്തി, ഭയങ്കര ആഡംബരത്തിലെത്തി, ആൾക്കാരുടെ മനസ്സിൽ കയറി, ആൾക്കാരുടെ പെട്ടെന്ന് ഡൗൺ ആയി പോകുമ്പോൾ അത് താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോ അതിനേക്കാൾ ബെറ്റർ ഇപ്പൊ ഞാൻ എങ്ങനെയാണോ അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പോക്കിനെ പോലും തടസ്സം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബട്ട് നമ്മൾ അതെല്ലാം തരണം ചെയ്യും സർ. കാരണം എനിക്ക് പറ്റുന്ന പോലെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തുകൊണ്ട് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്കാലം മുതലേ ശീലിച്ച് പറയൂലോ, എന്താ പറയാ, വെയിലത്ത് പാടില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആകണമെന്നില്ലല്ലോ, എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ഇപ്പൊ സോണി 2 ആൺകുട്ടികളുടെ അമ്മയാണ്. അത്യാവശ്യം സംഗീത രംഗത്താണ് സമൂഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സ്ത്രീകൾക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങള് അല്ലെങ്കിൽ അവരുടെ ആശങ്കകളൊക്കെ വല്ലാതെ ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാണുമ്പോ. പക്ഷെ ഇതിന് പരിഹാരം ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അവരെ സഹായിക്കാൻ പറ്റില്ല. നോ പറയേണ്ടടുത്ത് നോ പറയുക. അല്ല, ഇതൊക്കെ നമ്മൾ പണ്ട് പോലെ നമ്മുടെ അവസ്ഥകളില്ലേ സർ, നമ്മുടെ അവസ്ഥകളിൽ പെട്ടുപോകുമ്പോ ഏത് അവസ്ഥയാവട്ടെ ഒരു പക്ഷെ ഒരു സ്ത്രീക്ക്, സാറിപ്പോ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സ്ത്രീക്ക് കുറച്ച് സാറ് പറഞ്ഞ പോലെ പ്രശസ്തിയോടും പൈസയോടും ഒക്കെ ആഗ്രഹമുള്ള ഒരു ആളാണ്. അപ്പൊ അത് എന്ത് പോയാലും കുഴപ്പമില്ല, എങ്ങനെയാലും നേടിയെടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. ഇനി അല്ല, ഒരു തെറ്റും ചെയ്യാതെയും ചിലവർ കേൾക്കാറുണ്ട്. ഒരു തെറ്റും ചെയ്യണ്ട, നമ്മള് ഒരു തെറ്റും ചെയ്യണ്ട, പക്ഷെ നമ്മള് ചിലപ്പോ മോശം. പക്ഷെ നമ്മൾ എന്തിനാ വിഷമിക്കണേ? നമ്മളെ നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? പിന്നെ ഇപ്പൊ പ്രശസ്തി ആവാൻ എനിക്ക് പേടിയാണ്. കാരണം പ്രശസ്തരായ എല്ലാരെയും അവരുടെ ഫാമിലിക്കുള്ളിലെ മാത്രമല്ല എല്ലാം പബ്ലിക്ലി ആയിട്ട് എടുത്തങ്ങ് ഇടുക. ആദ്യം അത് ചെയ്യാതിരിക്കുക. ഞാൻ എവിടെയും ഡിവോഴ്സ് ആയ അന്ന് തൊട്ട്, അല്ലെങ്കിൽ എന്നെ ഒരുപാട് അങ്ങനത്തെ പ്രോഗ്രാംസിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതകഥ എവിടെയും തുറന്നടിച്ച് സംസാരിക്കാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ആരുടെയും സിമ്പതി വേണ്ട. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു, അവരെ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഞാൻ എവിടെയും, എനിക്ക് ഒന്നും വേണ്ട. നിങ്ങൾ എന്നിൽ എന്തെങ്കിലും എൻ്റെ ഒരു ടാലന്റ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ക്വാളിറ്റി കാണുന്നുണ്ടോ എന്നാൽ മാത്രം എനിക്ക് അവസരങ്ങൾ തന്നെ എന്നെ സഹായിക്കുക. അവസരങ്ങൾ തരാമെന്ന് വാഗ്ദാനം ചെയ്ത പോലുമാണ് പലതരത്തിലെ പീഡനങ്ങൾ നടക്കുന്നത്. അത് അങ്ങനെ അവസരം തരുന്നവർ വേണ്ടെന്ന് വെക്കുക സർ. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നില്ല 100% ആൾക്കാരും ഈ മോശപ്പെട്ട മനുഷ്യരാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. സാറ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഞാൻ പറയുന്നു, നമുക്ക് എന്തുകൊണ്ട് അത് സെലക്റ്റീവായിട്ട് പോരെ? നോ പറയണ്ട. നോ പറഞ്ഞാലും നമ്മള് പിടിച്ചു വലിക്കുന്ന രീതിയിലേക്കാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. ഇല്ല, ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകളെല്ലാം അത് പറയുന്നതിനോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരാൾക്ക് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് നമ്മളെ
ഇത് മാനഹാനിക്കോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, ഒന്നില് നമ്മൾ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പെട്ടുകൊടുക്കുക ഒറ്റയ്ക്ക് പോയിട്ട് അല്ലെ. അപ്പൊ ഞാൻ പറയും, അപ്പൊ എന്നോട് ചോദിക്കുക എങ്ങനെ അതിനേക്ക്. ഞാൻ കുറെ വർഷമായി 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10:30-ക്ക് ശേഷം എനിക്ക് ആരോടത്ത് അൺനോൺ നമ്പേഴ്സായിട്ട് സംസാരിക്കാറില്ല. ഇനി എന്ത് മരിക്കേണ്ട പ്രശ്നമായാലും ഒരു മെസ്സേജ് ഒക്കെ അയക്കാലോ, അത് എനിക്ക് എപ്പോഴും സൗകര്യം എന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് അർജന്റ് ആണെങ്കിൽ റിപ്ലൈ ചെയ്യും. സംസാരിക്കാറില്ല. ഇത് എന്റെ പല സുഹൃത്തുക്കൾക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് അറിയാത്ത ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ല. നമ്മളെ തന്നെ ആദ്യം ഒരു റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. വേറെ ഒന്നിനും വേണ്ടിയില്ല. ഞാൻ കൊണ്ടുപോയത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനല്ല. എൻ്റെ 2 മക്കള് വളർന്നു വരുന്നുണ്ട്. അവർ നാളെ എന്നെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ആ റെസ്പെക്റ്റിന് ഒരു അർഹതയായിരിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യമേ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങൾ സിലബസിൽ ഒന്നാണ് അത്. രണ്ടാമത്, നമ്മൾ എന്തിനാണ് ഒറ്റയ്ക്ക് ഒരു വിശ്വാസമല്ലാത്ത ആദ്യമായി ഒരു കാണുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ടോ സേഫ് അല്ലാത്തൊരിടത്തോട്ടോ പോയി ചാടിക്കൊടുക്കരുത്. പറയുക, എനിക്ക് അവിടെ വരാൻ സൗകര്യമില്ല, ഹോട്ടൽ മുറിയാണോ, എനിക്ക് താല്പര്യമില്ല, നമുക്ക് പബ്ലിക് പ്ലേസിൽ സംസാരിക്കാം, പറയാം, അങ്ങനെയൊക്കെ ചെയ്തൂടെ? അപ്പൊ ഈ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പൊ ഇത് എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. ഞാനിപ്പോ ഇത് പറയുമ്പോ ചിലപ്പോ എനിക്കെതിരായിട്ടും നാളെ ഒരുപാട് കാര്യങ്ങൾ വരാം. പക്ഷെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എന്റെ കാര്യമാണ് കേട്ടോ. പേഴ്സണലി ഞാൻ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ അതിജീവിച്ചത് എന്നുള്ളതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഒരു യൗവന സമയത്താണ് സോനയുടെ ഹസ്ബൻഡ് നിങ്ങൾ വേർപെട്ട് കഴിയുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികം ഈ രംഗത്ത് നിൽക്കുന്ന കലാകാരിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും കോള് വഴി വരും, ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരും. ഭയങ്കര സെന്റിമെന്റ് ആയിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരാറുണ്ട്, വന്നിട്ടുണ്ട്. അതില് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകത്തുള്ളൂ. നമുക്ക് ഒരാളിപ്പോ പ്രമുഖരായ ആൾക്കാരെങ്കിലും അങ്ങനെ ഒരു സഹായത്തിനോ സ്നേഹത്തിനോ പ്രണയത്തിനോ ഒക്കെ അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ചിലരോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അവരോട് സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ആ ലിമിറ്റ് എവിടെയാണോ ആ ലിമിറ്റ് പോകുന്നത് അവിടെ വെച്ച് നമ്മളത് കട്ടും ചെയ്യാറുണ്ട്. ആ കട്ട് ചെയ്യാനുള്ള മൈൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാരായിട്ട് അത് നമുക്ക് നല്ല സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെങ്കിൽ ആരും പിൽക്കാലത്ത് അവരോടുള്ള സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ അവര് വലിച്ചിഴക്കില്ല പ്രശ്നങ്ങളിലോട്ട്. അപ്പൊ അത് കള്ളത്തരമായിരുന്നില്ലേ? അതപ്പോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ? സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ നമുക്ക് അവരെ ഒരിക്കലും നാളെ എന്തും ആയിക്കോട്ടെ, നമ്മളൊരു ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വൈറലാവാൻ വേണ്ടിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഒരു കാര്യമില്ല. നമുക്ക് ആരെയും ദ്രോഹിച്ചുകൊണ്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, സ്ത്രീകളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടമല്ല സിനിമാ ലോകം എന്നൊരു മെസ്സേജാണ് പുറത്തേക്ക് പോകുന്നത് അല്ലേ? ഈ ഒരു സംഘടന പിരിച്ചുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാര് രാജിവെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവര് മാത്രമായിട്ട് സാർ ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ? ശരിക്കും എല്ലാ മേഖലയിലും ഉണ്ട്. ബാങ്കിലില്ലേ, മറ്റ് ഗവൺമെന്റ് ഓഫീസസിലല്ലേ, എത്ര പേര് എന്നോട് എന്തൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഇപ്പൊ ഒരു പ്രൊമോഷന് വേണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ മാറ്റി കിട്ടണമെങ്കിൽ അവരോട് ഇങ്ങനെ പോയാൽ മതി, അവരോട് ഇങ്ങനെ സംസാരിച്ച് സഹകരിച്ചാൽ ചിലപ്പോൾ കിട്ടും. എന്നാൽ അത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവർ എത്ര പേരുണ്ട്. അവിടെയും ആരാണ് സെലക്ട് ചെയ്യുന്നത്? സ്ത്രീ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സിനിമാ മേഖലയിൽ തന്നെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില പാരന്റ്സ് തന്നെ അവരുടെ കുട്ടികളെ ഇതിലോട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ്. സാറിന് അറിയായിരിക്കുമല്ലോ, സാറും ഇതില് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ പറയുന്ന നുണയാണെങ്കിൽ എന്നെ തിരിച്ച് എന്ത് വേണമെങ്കിലും ആർക്കാണെങ്കിലും പറയാം. പക്ഷെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് അത് താല്പര്യമില്ലാത്ത പല ഡയറക്ടേഴ്സും വിഷമത്തോടു കൂടിയാണ് എന്നോട് ഇത് സംസാരിച്ചിട്ടുള്ളത്. കാണുമ്പോ സങ്കടം വരുന്നു. ഇങ്ങനെ പണ്ട് സോണി ഒരു 10-15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായി, പറഞ്ഞു കൊടുക്കണ്ടോ? എവിടെയെങ്കിലും നമ്മളൊരു പാട്ട് പാടുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അംഗീകാരം കിട്ടും. അത് എവിടെയെങ്കിലും വരണമല്ലോ, പത്രത്തിലോ. അപ്പം വളരെ പ്രശസ്തമായ ഒരു പത്രമാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തനോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഈ പാടിയിട്ടുണ്ട്, ബോംബെ മാസ്റ്റർ തന്നെയാണ്, അതും ഇദ്ദേഹത്തിന്റെ കൂടെ സോനു നിഗമിന്റെ കൂടെ പാടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൊടുക്കാമോ എന്ന് ചോദിച്ചു പത്രത്തിൽ ന്യൂസ്. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ അദ്ദേഹം ബോംബെയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പോ
ഒരു റൂം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൂമിൽ തന്നെ നിൽക്കാം. അത് അറിയണ്ട, ആരും അറിയണ്ട. കണക്റ്റഡ് റൂം എടുത്തിട്ട് നമുക്കെല്ലാം ചെയ്യാം. ഞാനപ്പോൾ വിചാരിച്ചു ഒരു ന്യൂസ് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ചും ഞാൻ പാടിയ ഒരു പാട്ടാണ്, വേറെ ഇല്ലാത്തൊരു കള്ളത്തരം ന്യൂസ് അല്ല ഞാൻ കൊടുക്കാൻ പറയുന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. അതിനുശേഷം അത് രസം എന്ന് വെച്ചാൽ ഞാനാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനോട് ഇത്രയും വെറുപ്പ് തോന്നേണ്ടത് ഫോണിലായിരുന്നു. ഇത് എനിക്ക് എന്റെ റിലേറ്റീവ്സ് കുറച്ച് പേർക്ക് അറിയുന്ന കാര്യം കൂടിയിട്ടാണ്, വിഷയം കൂടിയിട്ടാണ്. കാരണം ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിന്റെ പേര് കൊടുക്കണമെങ്കിൽ ഇന്ന സംഭവം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ആ പ്രോഗ്രാമിന്റെ പോസ്റ്റർ വരെ എനിക്ക് കാണിച്ചു തന്നു, ഇന്ന പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ വിഷയം ഞാൻ എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വീട്ടിലെല്ലാം ഞാൻ ഷെയർ ചെയ്യും, എല്ലാ കാര്യം. അതിന്റെ ഭാഗ്യമാണ്. അമ്മയോടായാലും അനിയത്തിയോടായാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഷെയർ ചെയ്യും. അപ്പൊ അവര് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോ അതിന്റെ ആവശ്യം. അപ്പൊ ഞാൻ ശരിയാണ്, അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഞാൻ ഇപ്പൊ തന്നെ നോ പറഞ്ഞു, എന്നാലും ആ വിഷമം ഞാൻ ഷെയർ ചെയ്തു. പക്ഷെ സാറിന് അറിയോ, അതിന്റെ ദേഷ്യം പുള്ളിക്കായിരുന്നു കൂടുതൽ എന്നോട്. ഞാൻ അത് സമ്മതിക്കാത്തതിന്റെ പേരില് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ആ ഒരു പത്ര മേഖലയിൽ എന്റെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇല്ല. എങ്കിലും ഷഫീഖ് അമരാവതി, അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്, മരിച്ചുപോയ ആളാണ് അല്ലെ. അദ്ദേഹം സോണിയുടെ പാട്ടുകളെ കുറിച്ച് നല്ലൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെ. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാത്ത എത്രയോ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളിലും നല്ലവരും മോശപ്പെട്ടവരും. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ പിന്നീട് ശല്യപ്പെടുത്താൻ ഇല്ല. അതാണ് അത് നമ്മള് എങ്ങനെ സംസാരിക്കുന്നു. അതിപ്പോ ഈ ലോകത്തുള്ള ആരും അങ്ങനെ മോശപ്പെട്ടവരൊന്നും അല്ല, സത്യം. ചിലരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതിനവിടെ നിർത്തും അവര്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യരും. പിന്നെ തീരെ ഇറിറ്റേഷൻ വരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നോ പറഞ്ഞാലും വീണ്ടും 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 ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള ഒരു സംഭവം. ഇപ്പൊ FB-ലാണ് അങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്യുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ പോരെ. നമ്മളെന്തിനാ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്? അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാം. വേറെ ഏതെങ്കിലും ഫോണിലാണെങ്കിൽ അപ്പോഴും നമ്പർ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഫെസിലിറ്റി തരുന്നതോടൊപ്പം ബ്ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിലുണ്ടല്ലോ. അപ്പൊ അത് ചെയ്താൽ പോരെ. അപ്പോ എനിക്ക് തോന്നുന്നത് അവരവരുടെ തീരുമാനമാണ് ഇതെങ്ങനെ കൊണ്ടുപോകണം, എങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പുതിയ കാലത്ത് പറയാൻ ബുദ്ധിമുട്ടല്ലേ, പഴയ കാലം അല്ലല്ലോ. അല്ല, പഴയ കാലത്തെ ന്യൂസ് ആണല്ലോ ഇപ്പൊ പലതും വരുന്നത്. പിന്നെ അറിവില്ലായ്മ കൊണ്ടാണ്. ചിലർക്ക് ചിലപ്പോ ഇത്ര അനുഭവ സമ്പത്തില്ലെങ്കിലും പറ്റാറുണ്ട് അബദ്ധങ്ങൾ. എനിക്കിപ്പോ ചെറിയ കാര്യം സിനിമ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു കലയാണ്. സ്വാഭാവികമായിട്ട് ആൾക്കാർ വന്നിങ്ങനെ വന്നു. എനിക്ക് തോന്നുന്നത് ഈ മോഹം തന്നെയാണ് ഒരു പരിധിവരെ മനുഷ്യന് നശിപ്പിക്കുന്നത്. ആശയാണ് നാശം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ എല്ലാ മാലിന്യങ്ങളും സ്വാഭാവികമായിട്ട് സംഗീത സംവിധാന രംഗത്തൊക്കെ വരുമല്ലോ അല്ലെ. ഗായകരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരുപാട് സംഗീത സംവിധാനം വന്നിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നിട്ട് അങ്ങനത്തെ ഇതിന് എനിക്ക് വേണ്ട. അവരായിട്ടൊക്കെ ചില ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് കർശനമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ആൾക്കാരായിട്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു വ്യക്തി വൈരാഗ്യമായിട്ടോ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ആരോടും വൈരാഗ്യം പക. കാരണം നമ്മൾ 100% പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. നമ്മളങ്ങനെ അല്ലാത്തിടത്തോളം കാലം നമ്മൾ ആടുത്തും അങ്ങനെ വലിയ ഈ പറയുന്നവർ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ വന്ന പല വീഡിയോസിനും ഇതിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താഴെ വരുന്ന കമന്റ്സ് നോക്കിയാൽ അറിയാം. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയുന്നെങ്കിൽ ഞാൻ അതുപോലെ ആയാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ അർഹതയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് തൊട്ട് തുടങ്ങിയ ആളാണ് ഞാൻ. അന്ന് നടന്നു, വീണു, എണീറ്റു, പഠിച്ചു, മനുഷ്യരെ പഠിച്ചു. പണ്ടൊക്കെ ഞാൻ പാട്ട് മാത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഞാനൊരു അഹങ്കാരിയായ ഒരു ക്യാരക്ടറായിരുന്നു. അതായത് പെട്ടെന്ന് തർക്കുത്തരം പറയുക, പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കുക. എന്റെ ഗാനമേള വണ്ടികളിൽ ആരെങ്കിലും മദ്യപിക്കുകയോ, ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ചിലർ മദ്യപിച്ച് പോകുന്നൊരു ശീലമുണ്ട്. അപ്പൊ തന്നെ എണീറ്റ് നിന്ന് ഇവിടെ പറ്റില്ല, ഇത് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകും എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, കാണിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്നൊക്കെ ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യം തോന്നിയിരിക്കാം. ഭാവിയിൽ ചിലപ്പോ ഒരു മദ്യപാനിയുടെ ഭാര്യയാവേണ്ടി വന്നപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ടും ഉണ്ടാവാം, ഉള്ളിന്റെ ഉള്ളിൽ ചിരിച്ചിട്ടും ഉണ്ടാകാം. ഞാൻ ഇത്രയും തുറന്ന ഒരു ഇന്റർവ്യൂ എവിടെയും കൊടുത്തിട്ടില്ല. കാരണം ആരെയും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചു. സോണിക്ക് വേണമെങ്കിലേ ഈ പുതിയ കാലത്തിനനുസരിച്ച് കുറെയൊക്കെ ക്ഷമിച്ച് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ വർണ്ണപ്പകട്ടിൽ ഏറ്റവും പ്രസക്തിയായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു അല്ലെ. നിലപാടുകളാണ് പിന്നോക്കം മാറേണ്ടി വന്നത്. തീർച്ചയായിട്ടും ആ നിലപാടുകൾ ഞാൻ മരിക്കോളം മാറ്റത്തുമില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതി.
കാരണം ചിലപ്പോ ഇങ്ങനെ പോകുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും. പുതിയ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ സംഗീത രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരോട് പറയാൻ എന്താണ് സോണിക്കുള്ളത്? ഇപ്പൊ എന്തായാലും ഒരു കാര്യത്തില് സന്തോഷിക്കാം. കാരണം ഒരുപാട് ഈ സോഷ്യൽ മേഖലയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മടി കൂടാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ എല്ലാം പൈസ അല്ലെങ്കിൽ പ്രശസ്തി എന്ന് പറയുന്നതൊക്കെ ഒരു ശാശ്വതമായ കാര്യമല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും നേരിടാം. ആരുടെ സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക. കഴിവിനെയാണ് വിശ്വസിക്കേണ്ടത്. മറ്റുള്ളവരിൽ വിശ്വാസം കുറയ്ക്കുക. നമ്മളെ നന്നാക്കാൻ ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. ആത്മവിശ്വാസം ഉണ്ടായ ഒരു പരിധി വരെയും എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അടിയറവ് വെക്കേണ്ടി വരുമോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ തോന്നുന്നില്ല. പിന്നെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരാളെ മിസ്യൂസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. ട്രാപ്പ് ചെയ്തിട്ട് എന്തിനെങ്കിലും ഒരു അറിയാതെ അയാളുടെ ഡ്രിങ്ക്സിൽ എന്തെങ്കിലും കലക്കി കൊടുത്ത് മയക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തോ കാര്യത്തിനായിട്ട് വിളിച്ചു വരുത്തിയിട്ട് കുറെ പേര് ചേർന്നിട്ട് ഒരാൾ മിസ്യൂസ് ചെയ്യുക. ഒരാളൊക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ അതൊരു പീഡനമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അടിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അടി കൊടുക്കേണ്ടത് എത്ര പേര് അടിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരുപാടില്ല സർ. അങ്ങനെ അത്രയും മോശമാണ്. എന്നിട്ട് നമ്മളെ ഒരു രീതി സംസാരം കണ്ടു കഴിഞ്ഞാലാണ് നമ്മളോട് ഒരാള് വരുന്നത്, നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന രീതി. നമ്മുടെ കണ്ണിൽ ആദ്യം നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വേണം. അവിടെ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. അങ്ങ് പൊക്കോളും. പക്ഷെ ഇപ്പൊ അതിനൊന്നും കാര്യമില്ല. കണ്ണിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. കയറി പിടിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ 2 മക്കളിങ്ങനെ നല്ല വലിയ കുട്ടികളായിട്ട് അടിപൊളിയായിട്ട്. പക്ഷെ അപ്പോഴും അവര് പറയുന്നത് നമ്മുടെ ആവശ്യമൊന്നും നമുക്കില്ല എന്നാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവര് എന്നെ ഭയങ്കര റോൾ മോഡലായിട്ടാണ് കാണുന്നത്. അപ്പൊ അവർ ഇനി വരുന്ന അവരുടെ പെൺകുട്ടികളും അതേ ക്വാളിറ്റീസ് ഒക്കെ അവര് കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവരും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നതെന്നൊരു വിഷമം പറയാറുണ്ട്. അതിന് പാരന്റ്സിനും സ്കൂളുകളിലാണെങ്കിൽ കൗൺസിലിങ്ങിലും ഒക്കെ നല്ലതായിട്ട് അവര് പെട്ടെന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ബാധിക്കുമ്പോൾ പെട്ടെന്ന് ആത്മഹത്യയിലോട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതിലോട്ട് പോവാതെ ഇരിക്കാൻ കുട്ടികൾ ദുർബലരാണ്. എല്ലാ സാധ്യത ഉണ്ടെങ്കിലും മാനസികമായിട്ട് ദുർബല സാധ്യതകൾ കൂടുതൽ കിട്ടിയതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. ഇത് വേണമെന്ന് പറയുമ്പോൾ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു, കടം മേടിച്ചിട്ടായാലും. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇതായി പോകുന്നത്. ഞാൻ എന്റെ മക്കൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ടാ കൊടുക്കുക, ഇത്ര കടമുണ്ട്, ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിന്നാണ് അമ്മ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിൽ അതൊരു ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ. എന്തായാലും ഇപ്പൊ ഈ സിനിമ മേഖലയിലെയും ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് നടപടികൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ഈ മോശം പ്രവണതകൾ ഇല്ലായ്മ ചെയ്യണം എന്നർത്ഥത്തില് അതിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റതെല്ലാം എന്റെ അഭിപ്രായമാണെങ്കിലും നല്ലൊരു കാര്യമാണ്. കാരണം ഇനിയെങ്കിലും ഡിസേർവ് ചെയ്യുന്നവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ, ഒരു കോക്കസ്, ഒരു ഗ്രൂപ്പ് മാറട്ടെ, പുതിയ തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ വരട്ടെ, പുതിയ അഭിനേതാക്കൾ വരട്ടെ, പാട്ടുകാർ വരട്ടെ, സംഗീത സംവിധായകരും എഴുത്തുകാരും വരട്ടെ. അവസരങ്ങൾ കൊടുത്തു. ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ എത്ര മെസ്സേജ് അങ്ങനത്തെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക അതൊരു പുതിയ പടമായിരിക്കും, പുതിയ കുറച്ച് ആൾക്കാരുടെ പടമായിരിക്കും, പൈസ ബഡ്ജറ്റ് കുറവുള്ള പടമായിരിക്കും. പുതിയ ആക്ട്രസിനെ നോക്കുന്നു, പുതിയ സംഗീത സംവിധായകരെ നോക്കുന്നു. വിളിച്ചു കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അവർ പറയും ഇത്ര പാട്ട് ഇത്ര രൂപയ്ക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കും. അല്ലാതെ പ്രശസ്തമായ ഒരു ബാനറില് പുതിയ ആൾക്കാരെ നോക്കുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് ഇതിന്റെ അടുത്ത ഇങ്ങോട്ട് എന്താണ് ഇമ്പാക്ട് വരുന്നത് എന്നുള്ളത്. ഇതിപ്പോ ഈ നിലപാടുകൾ തുറന്നു പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അന്തസ്സിന്റെ ഒരു ഭാഗം. അല്ലാതെ നമുക്ക് അവസരങ്ങൾക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നമ്മുടെ ആത്മാഭിമാനം അടിയറ വെക്കാൻ പാടില്ല. അപ്പോൾ
സോണി സായി സംഗീതത്തോടൊപ്പം തന്നെ സംഗീതം എന്ന് പറഞ്ഞ ഒരു ദൈവികമായ കല കൂടിയല്ലേ, അല്ലേ? അങ്ങനെ ദൈവവിശ്വാസവും ഒരു ആത്മവിശ്വാസമുള്ള ഒരു കലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ക്വാളിറ്റി നിലനിർത്തി തന്നെ നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ, നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ, ഇനിയും പ്രസക്തിയിലേക്ക് ഉയരട്ടെ. അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരിക്കൽ കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.